നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ലോക കേൾവി ദിനത്തിൽ അസെന്റ് ENT ആശുപത്രിയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ISS സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി പെരിന്തൽമണ്ണ അസെന്റ് ENT ആശുപത്രിയിൽ വെച്ച് കുട്ടികൾക്കുള്ള കേൾവി പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലോക കേൾവി ദിനത്തിൽ പെരിന്തൽമണ്ണയിൽ വിദ്യാർത്ഥികൾക്ക് പരിശോധനാ ക്യാമ്പ് നടത്തി. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം അസെന്റ് ENT ആശുപത്രിയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ISS സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായാണ് പെരിന്തൽമണ്ണ അസെന്റ് ENT ആശുപത്രിയിൽ വെച്ച് കുട്ടികൾക്കുള്ള കേൾവി പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ പഠന വൈകല്യങ്ങൾക്ക് വരെ കാരണമായേക്കാവുന്ന കേൾവിക്കുറവ് നേരത്തെ കണ്ടെത്തി ആവശ്യമായ മുൻകരുതൽ എടുക്കുക എന്നതാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. പരിശോധനാ ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെയാണ് കേൾവി ശക്തി. നമ്മുടെ കേൾവി ശക്തി ശരിയായിട്ടില്ലെങ്കിൽ എന്താണ്ടാവുക? ഒന്നും കേൾക്കില്ല. അപ്പൊ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ പോയിട്ട് നമ്മൾ എന്തെങ്കിലും സംസാരിച്ച് നമുക്ക് കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, പിന്നെ അമ്മ ഒന്നും പറഞ്ഞു കേൾക്കില്ല എന്ന് പറയില്ലേ? അപ്പൊ അതൊക്കെ വല്ല പ്രയാസമല്ലേ നമുക്ക്? അപ്പൊ നമ്മളെന്ത് ചെയ്യണം? നമുക്കത് മനസ്സിലാക്കി കൊടുത്തിട്ട് നമ്മള് പറഞ്ഞു കേൾക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയണ്ടേ? നമ്മളെ കേൾവി ശക്തി നമുക്കില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കേൾവി ശക്തി ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ എന്താണ് മറ്റുള്ളവരുടെ വേറൊരാൾ പറയുമ്പോൾ നമുക്ക് കേൾക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അത് കേട്ടുകൊണ്ട് അത് നമുക്ക് അതിന്റെ മനസ്സ് ഒരു സമാധാനം ഉണ്ടാവും നമുക്ക് കേൾക്കാൻ, അല്ലേ? അസെന്റ് ENT ആശുപത്രി ചെയർമാൻ ഡോക്ടർ PK ഷർഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. IMA പ്രസിഡന്റ് ഡോക്ടർ ഷർഫുദ്ദീൻ KP മുഖ്യ അതിഥിയായി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ അനുരാധ വർമ്മ, NP പ്രശാന്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. മാർച്ച് 3 എന്ന് പറയുന്ന ദിവസം നമ്മുടെ ലോകാരോഗ്യ സംഘടന WHO എല്ലാ വർഷവും വേൾഡ് ഹിയറിംഗ് ഡേ അല്ലെങ്കിൽ ലോക കേൾവി ദിനം എന്ന് വെച്ചിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഈ ദിവസത്തിൽ നമ്മുടെ ഈ ദിനത്തോടനുബന്ധിച്ച് ഒരു തീം WHO എല്ലാ വർഷവും തരാറുണ്ട്. അപ്പോൾ ഈ വർഷം നമുക്ക് തന്നിരിക്കുന്ന തീം ഫ്രം കമ്മ്യൂണിറ്റി ടു സ്കൂൾസ്, ഹിയറിംഗ് കെയർ ഫോർ ഓൾ ചിൽഡ്രൻ. അപ്പോൾ സമൂഹത്തിൽ നിന്ന് സ്കൂൾ വരെ ഉള്ള എല്ലാ കുട്ടികളുടെയും കേൾവി സംരക്ഷണം എന്നുള്ള ഒരു സന്ദേശമാണ് ഇപ്രാവശ്യത്തെ തീം പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ കേൾവി ദിനത്തിൽ കുട്ടികളുടെ കേൾവി നിർണ്ണയിക്കുന്ന രീതിയിലും കുട്ടികൾക്ക് കേൾവിക്കുറവുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിനും വേണ്ടി അവരുടെ കേൾവിക്കുറവുണ്ടെങ്കിൽ തന്നെ അത് നേരത്തെ കണ്ടെത്തി അതിന് പരിഹാരമുണ്ടെങ്കിൽ ആ പരിഹാരം നിർദ്ദേശിക്കുന്നതിനും വേണ്ടി കുട്ടികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ കേൾവി ദിനം നമ്മൾ ആഘോഷിച്ചത്. സാധാരണഗതിയിൽ കേൾവി എന്ന് പറയുന്നത്, കേൾവിക്കുള്ള വലിയൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ പ്രായത്തിൽ ഒരു 3 വയസ്സിൻ്റെ ഉള്ളിൽ കേൾവിക്കുറവ് കണ്ടെത്തിയില്ലെങ്കിൽ, അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, അത് ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ അതിന് ഇടപെട്ടിട്ടില്ലെങ്കിൽ, അതിന് വേണ്ടതായ ചികിത്സ കണ്ടെത്തി കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ കേൾവിയുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കേൾവിക്കുറവ് കണ്ടെത്തുന്നു, അതൊരു 3 വയസ്സിൽ 2 വയസ്സിൽ കണ്ടെത്തേണ്ട കേൾവിക്കുറവ് ഒരു 25 വയസ്സിൽ 20 വയസ്സിൽ കണ്ടെത്തുന്നു. മിക്കപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ ഒരു സ്പോഞ്ച്, നമുക്കൊരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ ഒരു സ്പോഞ്ച് പോലെയാണ് ബ്രെയിൻ. ആ സ്പോഞ്ചിൻ്റെ അകത്ത് വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പരിധിയുണ്ട് സ്പോഞ്ചിൻ്റെ അകത്ത് വെള്ളം കയറാൻ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ സ്പോഞ്ചിൽ വെള്ളം കയറില്ല, അത് അകത്ത് കയറില്ല വെള്ളം. അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ വളരെ ഏർലി സ്റ്റേജിൽ നമ്മൾ എത്തേണ്ട ഇൻപുട്ടുകൾ, അത് ശബ്ദങ്ങളാവട്ടെ, സംസാരങ്ങളാവട്ടെ, ഭാഷകളാവട്ടെ, നിരീക്ഷണങ്ങളാവട്ടെ, ഇത് കണ്ണുകൊണ്ടും ചെവി കൊണ്ടും ഒക്കെ ഉള്ളൊരു കൂട്ടായ സംരക്ഷണത്തിൻ്റെ ഒരു ഒത്തൊരുമയുടെ ഭാഗമായിട്ട് നമ്മളുടെ തലച്ചോറിലെത്തുന്ന ഓരോ തരം സന്ദേശങ്ങളും ആ ഒരു എത്തേണ്ട പ്രായത്തിൽ
ഒരു ക്രിട്ടിക്കൽ ഏജ് പറയുകയാണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 3 വയസ്സിൻ്റെ ഉള്ളിലെങ്കിലും എത്തിയില്ലെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് എത്ര നമ്മൾ എന്ത് വലിയ ടെക്നോളജികൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും അത് വേണ്ടത്ര ഫലപ്രദമാവില്ല. കേൾവി പ്രശ്നങ്ങൾക്ക് കാരണമാവുന്ന ചെവിയുടെ ഉൾവശം വിശദമാക്കുന്ന 10 അടി ഉയരത്തിലും 6 അടി വീതിയിലുമായി ആശുപത്രിക്ക് മുൻപിൽ സ്ഥാപിച്ച ഓർഗൻ ഓഫ് കോട്ടിയുടെ രൂപം അനാച്ഛാദനം ചെയ്തു. നമ്മുടെ ശബ്ദം ഇവിടെ പാടുണ്ട്, ചെവിയുടെ പാടാന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ചെവിയുടെ പാടയുടെ ഉള്ളിലൂടെ അവിടെ ആ പാടെന്താ ചെയ്യുക, നമ്മുടെ ശബ്ദം കേൾക്കുമ്പോ വൈബ്രേറ്റ് ചെയ്യും, അതായത് ഇളകും. ആ ഇളക്കത്തില് നമ്മുടെ ചെവിയിൽ 3 എല്ലുകളുണ്ട്, കേൾക്കാൻ വേണ്ടിയിട്ടുള്ള 3 എല്ലുകളുണ്ട്, അതറിയോ? അങ്ങനെ ഉണ്ട്. അപ്പൊ ആ എല്ലുകൾ ചലിക്കും. ആ എല്ലുകൾ ഇങ്ങനെ ചലിക്കുമ്പോ എന്താ ഉണ്ടാവുക, ചെവിയുടെ ഉള്ളില് ഇങ്ങനെ 3 കുഴലുകളുണ്ട്, ഒരു ട്യൂബായിട്ടുണ്ട്, അതായത് ഒച്ചിന്റെ ഷേപ്പിൽ ആകൃതിയിലുള്ള ഒരു കുഴല്, അതിൽ നിറയെ വെള്ളം, നമ്മൾ തലച്ചോറിനൊക്കെ ഉണ്ടാവുന്ന അതേപോലത്തെ തലച്ചോറാണെന്നറിയോ? തുടർന്ന് വിദഗ്ധ ഡോക്ടർമാരുടെയും ഓഡിയോളജിസ്റ്റുകളുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ കേൾവി പരിശോധന നടത്തി.